നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. സലാം യാ മിനാ കലാൽ യാ മഹബൂബ സുബ്ഹാനി സലാം ഫഖ്റ മൗജൂദാത് സലാം നൂർ ഇൻസാനി तेरी सूरत तेरी सीरत तेरी तबस्सुम तेरी गुफ्तगू तेरी हरकात तेरी सकनात नवाज़ी खंदक शानी तेरा घर हो मेरा घर हो तेरा दिल हो मेरा दिल हो रसूले आतिशे जंजीर बातिल छोड़ने वाले रसूले खारिजे टूटे हुए दिल जोड़ने वाले അധർമ്മത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലേ അങ്ങേക്ക് സലാം. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ റസൂലേ അങ്ങേക്ക് സലാം. जो आसी को कमली में अपनी छुपा ले जो दुश्मन को भी जख्मे खा कर दुआ दे. എത്ര പാപികളാണ് നബിതങ്ങളെ വേദനിപ്പിക്കാൻ വന്നവര്, നബിതങ്ങളുടെ തലകൊയ്തെടുക്കാൻ വന്നവര്, നബിതങ്ങളെ ആക്ഷേപിച്ചവര്. അള്ളാഹുവിന്റെ റസൂല് ഹബീബായ തങ്ങളുടെ ചാദിറെ മുബാറക്ക് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പുതപ്പിന്റെ ഉള്ളിലേക്ക് അവരെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ടാണ് ഹബീബായ തങ്ങൾ ദുആ ചെയ്തത്. അവർക്ക് പ്രതികൂലമായി നബി തങ്ങൾ ദുആ ചെയ്തതില്ല. അവർക്ക് എതിരായിട്ട് അള്ളാഹുവിന്റെ റസൂല് ശാപ പ്രാർത്ഥന പോലും നടത്തിയിട്ടില്ല. उसे और क्या नामे देगा जमाना वो रहमत नहीं है तो फिर और क्या है. ഇങ്ങനെയുള്ള ഒരു പ്രവാചകന് ലോകം എന്ത് പേരാണ് നൽകുക? ആ കാരുണ്യത്തിന്റെ തിരുദൂതരില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാകുമോ? ആ കാരുണ്യത്തിന്റെ തിരുദൂതരാണ് നമ്മുടെ പ്രവാചകനും നമ്മുടെ നേതാവുമെങ്കിൽ ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവ് ആ ഹബീബായ തങ്ങളാണ്.